ഭാരത നേപ്പാൾ അതിർത്തിയിൽ പിടിയിലായ അമേരിക്കൻ പൗരൻ ജോർഡൻ ബ്രൗൺ CHR സംശയത്തിൽ അന്വേഷണ ഏജൻസികൾ. ജോർഡനെ വിവിധ കേന്ദ്ര ഏജൻസികൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സൊനൌലി അതിർത്തിക്ക് സമീപത്തു നിന്നാണ് 36-കാരനെ SSB കസ്റ്റഡിയിലെടുത്തത്. ദേശീയ സുരക്ഷയ്ക്ക് ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്ന അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമമാണ് ഭാരതത്തിൻ്റെ അതിർത്തി രക്ഷാസേന വിജയകരമായി തടഞ്ഞത്. ഉത്തർപ്രദേശിലെ സോനൌലി അതിർത്തി വഴി നേപ്പാളിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കവെയാണ് US പൗരനായ ജോർദാൻ ബ്രൗൺ പിടിയിലാകുന്നത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഇയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ജോർദാൻ്റെ ഇന്ത്യൻ ടൂറിസ്റ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞ ജനുവരിയിൽ അവസാനിച്ചതാണ്. തുടർന്ന് മാസങ്ങളോളം നിയമവിരുദ്ധമായി ഭാരതത്തിൽ തങ്ങിയ പ്രതി ഇമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ കണ്ണുവെട്ടിച്ച് നേപ്പാളിലേക്ക് കടക്കാനാണ് അനധികൃത പാത തിരഞ്ഞെടുത്തത്. താൻ US നേവിയിലെ മുൻ ഉദ്യോഗസ്ഥനാണെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇയാൾ ആദ്യം ശ്രമിച്ചു. എന്നാൽ സുരക്ഷാ ഏജൻസികളുടെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ അവകാശവാദം കള്ളമാണെന്ന് ഇയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു. സംശയാസ്പദമായ രീതിയിൽ തകർന്ന നിലയിലുള്ള 2 സ്മാർട്ട് ഫോണുകൾ, 30,000-ലേറെ രൂപയുടെ ഇന്ത്യൻ കറൻസി, മറ്റ് വ്യക്തിഗത രേഖകൾ എന്നിവയും ജോർദാനിൽ നിന്നും സുരക്ഷാ വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതിയെ വിശദമായ നിയമ നടപടികൾക്കായി സോനൌലി പോലീസിന് കൈമാറി. അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ മറ്റ് അന്താരാഷ്ട്ര താൽപ്പര്യങ്ങളോ ചാരപ്രവൃത്തി ലക്ഷ്യങ്ങളോ ഉണ്ടോ എന്ന് രഹസ്യാന്വേഷണ ഏജൻസികളടക്കം പരിശോധിച്ചു വരികയാണ്. അമേരിക്കൻ ചാരസംഘടനയായ CIA പ്രതിനിധിയാണ് ഇയാളെന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ജനം, ഡൽഹി.